മകരസംക്രമ സന്ധ്യയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന തിരുവാഭരണങ്ങളുമായുള്ള ഘോഷയാത്ര പന്തളത്തു നിന്നും പുറപ്പെടുന്നതിന് മുന്നോടിയായാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ പരമ്പരാഗത പാത സന്ദർശിച്ചത്. പന്തളം മുതൽ റാന്നി വരെയുള്ള തിരുവാഭരണ പാത സന്ദർശിച്ച അദ്ദേഹം പരമ്പരാഗത പാത വിശുദ്ധിയോടെ കാത്തുസൂക്ഷിക്കുമെന്നും പാതയിലെ കയ്യേറ്റങ്ങൾ പൂർണ്ണമായി ഒഴിപ്പിക്കുമെന്നും പറഞ്ഞു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ദേവസ്വം വകുപ്പ് മന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും എംപിയും MLAയും മറ്റ് പഞ്ചായത്ത് തല ജനപ്രതിനിധികളും ഒന്നുപോലെ അടുത്ത വർഷത്തെ തിരുവാഭരണ ഘോഷയാത്ര വിശുദ്ധ പാതയിലൂടെ ആയിരിക്കും എന്ന് മനസ്സുകൊണ്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് 12 വില്ലേജുകളിലൂടെ 63 കിലോമീറ്റർ താണ്ടിയാണ് സന്നിധാനത്തെത്തുന്നത്. ഇതിനിടയിൽ നിരവധി സ്ഥലങ്ങളിൽ കയ്യേറ്റങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് കയ്യേറ്റങ്ങൾ കണ്ടെത്തി ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചത്. ഘോഷയാത്രയുടെ മുന്നോടിയായി തിരുവാഭരണ പാതയിലെ ശുചീകരണവും ആരംഭിച്ചു. തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെയും അയ്യപ്പ സേവാ സംഘത്തിൻ്റെയും നേതൃത്വത്തിലാണ് പാതയിലെ ശുചീകരണം. പങ്കജാക്ഷൻ, അമൃത ന്യൂസ്, പത്തനംതിട്ട.